Hello viewers, welcome back to Center Circle Design. Revit Architecture second part tutorial വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലിസ്റ്റിൽ Revit Architecture Part 1 Introduction എന്ന വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 സിമ്പിൾ ടോപ്പിക്സ് ആണ്. ആദ്യം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പ്രൊജക്ട്സിൽ ന്യൂ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യാം. അതിന് UN ടൈപ്പ് ചെയ്തു. ഇവിടെ ലെങ്ത്തിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് സെൻറ്റിമീറ്റേഴ്സിലാണ്. സെറ്റ് ചെയ്തു സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ നമുക്കിന്ന് പറയാനുള്ളത് പ്രൊജക്റ്റ് ബ്രൗസർ ബോക്സിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് കാണാം പ്രൊജക്റ്റ് 1. നമ്മൾ ഈ ഫയൽ ഏത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത് ആ പേരായിരിക്കും ഇവിടെ കാണുന്നത്. ഇപ്പോൾ പ്രൊജക്റ്റ് 1 എന്നൊരു പേരിലാണ് ഇപ്പോൾ ഡീഫോൾട്ടായി കിടക്കുന്നത്. ഓക്കെ, നമുക്ക് താഴെ ഇവിടെ കാണാം ഫ്ലോർ പ്ലാൻസ്, സീലിംഗ് പ്ലാൻസ്, എലിവേഷൻസ്, ഇങ്ങനെ കുറേ ലെജൻഡ്സ്, ഷെഡ്യൂൾസ്, ഷീറ്റ്സ്, ഇങ്ങനെ കുറേ കാണാം. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു റെവിറ്റ് ആർക്കിടെക്ചർ എന്നത് 3D മോഡലിങ്ങും 2D എലമെൻസും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് റെവിറ്റ് ആർക്കിടെക്ചറിൻ്റെ 2D എലമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ബ്രൗസറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു പ്രൊജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഡീഫോൾട്ടായി കിടക്കുന്നത് ഇവിടെ കാണാം ഫ്ലോർ പ്ലാൻസ് ലെവൽ 1. ഇതിവിടെ ബ്ലാക്ക് കളറിൽ വരുന്നത്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇതുള്ളത് ലെവൽ 1 ഫ്ലോർ വ്യൂവിലാണ്, ടോപ്പ് വ്യൂവിലാണ്. അപ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 4 ടോഗിൾസ് കാണാം. ഇതാണ് എലിവേഷൻ ഹെഡ്സ്, അഥവാ ഒരു സ്ട്രക്ചറിൻ്റെ എലിവേഷൻ വ്യൂസ് കാണിക്കാൻ സഹായിക്കുന്നവയാണ് ഇത് നോർത്ത് എലിവേഷൻ, ഇത് സൗത്ത് എലിവേഷൻ, ഇത് ഈസ്റ്റ് എലിവേഷൻ, ഇത് വെസ്റ്റ് എലിവേഷൻ. ഈ ഒരു 4 എലിവേഷൻസിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. നമുക്ക് സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എലിവേഷൻ ഹെഡ്സ് ഡിലീറ്റ് ആവാൻ പാടില്ല. ഇനി എങ്ങാനും ഡിലീറ്റ് ആയി പോവുക അല്ലെങ്കിൽ മിസ്സായി പോവുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വ്യൂ കാണാം, റിബൺസ് വ്യൂവിൽ ഇവിടെ കാണാം എലിവേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേഴ്സറിൽ കാണാം ഇങ്ങനെ ഇതുപോലെ ഒരു എലിവേഷൻ ഹെഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഞാൻ സൗത്ത് വ്യൂ ആണ് എനിക്ക് മിസ്സായി പോയതെന്ന് വെച്ചാൽ ഞാനിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ എസ്കേപ്പ് ചെയ്തു. ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 ബോക്സ് കാണാം, ഏത് വ്യൂവിലോട്ടാണ് ഈ ഒരു ആരോ പോകേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ സൗത്ത് വ്യൂ ആണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ അൺടിക്ക് ചെയ്തു.
സെക്ഷനിൽ സൗത്ത് എലിവേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വ്യൂ കിട്ടും. ഇവിടെ നമുക്ക് കാണാം 2 ലേബൽസ് ഇവിടെ ഉണ്ടാകും. ഇതിനെ പറയുന്ന പേരാണ് ലെവൽസ്. ലെവൽസ് എന്നത് റെവിറ്റ് ആർക്കിടെക്ചർ പ്രൊജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ലെവൽസ് ഒന്ന് പരിചയപ്പെടാം. ലെവൽസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഫ്ലോർ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഹൈറ്റ്, അതാണ് ലെവൽസ് ലെവൽസ് കൊണ്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഒരു സർക്കിൾ കാണും. ഈ ഒരു ലെവലിൻ്റെ ഈ ലൈനിൻ്റെ അറ്റത്ത് 2 സർക്കിൾ കാണാം. ഇതാണ് ലെവൽ ഹെഡ്സ്. ഓക്കെ, ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 400 എന്നുള്ളത് നമുക്ക് സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കൊടുക്കുന്ന ഹൈറ്റ്, ചില 300 നമുക്ക് മാറ്റി കൊടുക്കണം. അതിന് ഇവിടെ ഇവിടെ കാണാം, നമ്മളിവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ബോക്സ്, ബ്ലൂ കളർ ബോക്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഞാൻ 300 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുക്കുന്നു. അതുകൊണ്ട് അത് എഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ലെവൽസിൻ്റെയും പേര് മാറ്റി കൊടുക്കാം, നമുക്ക് റീനെയിം ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ഫ്ലോർ പ്ലാന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു പേര് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലെവൽസ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാനിപ്പോൾ ഇത് മാറ്റണം, ഈ ഒരു പേര് മാറ്റണം. ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ഞാൻ ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പേര് കൊടുത്തു. ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പേര് കൊടുക്കാം. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് കൊടുത്ത് പക്ഷെ എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് കാണാം. വുഡ് യു ലൈക്ക് ടു റീനെയിം കറസ്പോണ്ടിങ് വ്യൂസ്? യെസ് കൊടുക്കുക. അപ്പോൾ റീനെയിം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്ലോർ പ്ലാനിൽ ഇവിടെ ലെവൽ 1 എന്നതിന് പകരം ഇവിടെ റീനെയിം ആയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ. അതുപോലെ നമുക്ക് ഇതും മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു. യെസ്, ഓക്കെ. ഒന്നുകൂടെ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് പുതിയ ലെവൽസ് ആഡ് ചെയ്യണം. അതിന് നമുക്ക് ചെയ്യാനുള്ളത് LL എന്ന് ടൈപ്പ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കേണ്ടതാണ്. LL പുതിയ ലെവൽസ് ക്രിയേറ്റ് ചെയ്യാൻ LL. ഞാൻ LL എന്ന് ടൈപ്പ് ചെയ്താൽ മതി, എൻ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. LL ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കഴ്സർ നമുക്ക് കാണാം. ഇത് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. അപ്പോൾ അടുത്തുള്ള ഏതാണോ ലെവൽസ് ഉള്ളത് അതിനെ അലൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് പുതിയ ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ പുതിയൊരു ലെവൽ 300 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു പുതിയ ലെവലും കൂടി ആഡ് ചെയ്യുന്നു. ഞാൻ 300 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 300 എൻ്റർ കൊടുക്കുക. പുതിയ ലെവൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ഡോട്ടഡ് ലൈൻസ് കാണാം അല്ലേ. ഇതാണ് അലൈൻമെൻറ്റ് ലൈൻസ്. നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാഡിലൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാലും അലൈൻമെൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ലൈൻസാണ്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ,
ഞാനിതിന് എസ്കേപ്പ് കൊടുക്കുക. നമുക്ക് ഇനിയും കണ്ടോ, ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ താഴോട്ട് ബേസ്മെൻറ്റ് ലെവലിലേക്ക് ഒരു ലെവലും കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 കൊടുത്ത്, നമ്മൾ മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഈ ഒരു 0യിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ 45 ജസ്റ്റ് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. വേണ്ടോ, ഞാനിവിടെ പ്ലേസ് നമുക്ക് ഇഷ്ടമുള്ള പ്ലേസ് ചെയ്യാം. ഞാൻ എസ്കേപ്പ് ചെയ്തു, ഡബിൾ എസ്കേപ്പ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സർക്കിളിൽ പ്രസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. അതിന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കിവിടെ റീനെയിം ചെയ്യാം. ഞാനിവിടെ റൂഫ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ കാണാം ഈ ഫ്ലോർ പ്ലാൻസ് എന്നത് ഇത്രയും വ്യൂ നമ്മൾ ആഡ് ചെയ്ത ലെവൽസൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇതിന് റീനെയിം ചെയ്തു, ബേസ്മെൻ്റ് എന്ന് കൊടുത്തു. ഓക്കെ, എൻ്റർ. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം പറയാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, എനിക്ക് ഇത് ഇങ്ങോട്ട് നീക്കണം. ഇവിടെ ഈ സർക്കിൾ സെലക്ട് ചെയ്തു, ഇവിടെ നീക്കുമ്പോൾ കാണാം ഈ 3 ലെവൽ ഹെഡ്സ് ഒരുമിച്ച് മൂവ് ആകുന്നുണ്ട്. അതിന് കാരണം നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. ഇത് 3ഉം കൂടി ഇവിടെ ലോക്ക് ആയതാണ്. അത് നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ലെവൽ ഹെഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബോക്സ്, ചെറിയൊരു ബോക്സ് കാണാം, അതിൽ അൺടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത് നമുക്ക് ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കൺട്രോൾ എസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ മെനുവിൻ്റെ താഴെ ഫയൽ കാണാം, അതിൽ ഇവിടെ കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഒരു പുതിയൊരു പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.